കമ്മീഷൻ ചെയർമാൻ മാണിപ്പാടി ഹൈദർ സാഹിബ്, MLA ഖാദർ സാഹിബ് തുടങ്ങി ഇവിടെ ഉപവിഷ്ടരായ നേതാക്കൾ, സുഹൃത്തുക്കൾ, സദസ്യർ, ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഇപ്പോൾ കൂടുതലായി സംസാരിക്കുന്നില്ല. മാനവികതയെ ഉണർത്തുന്നു എന്ന മുദ്രാവാക്യവുമായി പ്രമേയവുമായി നാളെ രാവിലെ 10 മണി മുതൽ കാസർകോട്ട് നിന്ന് ആരംഭിച്ച് 28-ാം തീയതി വൈകുന്നേരം തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന കേരള യാത്രയോട് അനുഭാവം, സഹകരണം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ മാനവികത സദസ്സും തുടർന്ന് നടക്കുന്ന സമ്മേളനവും നാം പ്രത്യേകമായി ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മാനവികത എന്നതുകൊണ്ട് ഉദ്ദേശം അല്ലെങ്കിൽ മത സൗഹാർദ്ദം, മതമൈത്രി എന്ന് പറയുന്നത് കൊണ്ട് എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും ഒന്നായി തീരുക എന്ന് അതിന് അർത്ഥം ഇല്ല. മറിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എണ്ണമറ്റ വിശ്വാസികൾ, മതക്കാർ ഉണ്ട്. അതിൽ പ്രമുഖ കക്ഷികളാണ് മുസ്ലിംകൾ, ഹൈന്ദവർ, ക്രൈസ്തവർ, കൂടാതെ ബുദ്ധൻ, ജൈനൻ, സിഖ് തുടങ്ങി ധാരാളം മതത്തിന്റെ അനുയായികളും മതമില്ലാത്തവർ, മതം പാടില്ലെന്ന് പറയുന്നവർ എല്ലാം നിറഞ്ഞു കിടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഈ ഇന്ത്യ രാജ്യത്ത് ഇന്ന് മതം നോക്കി, മതത്തിന്റെ നിറങ്ങൾ മാത്രം നോക്കി ആനുകൂല്യങ്ങളും സഹായങ്ങളും നൽകുകയും അത് മാത്രം നോക്കി അങ്ങുമിങ്ങും എതിർക്കുകയും പഴിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മാനുഷിക മൂല്യം നാം കാത്തുസൂക്ഷിക്കണം. മറ്റൊന്ന്, ഇവിടെ ഒരു വിഭാഗം ജനങ്ങൾ ഇന്ന് വളർന്നു വരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അപേക്ഷിച്ചാണ് ഞാൻ പറയുന്നത്. ധാർമ്മിക ബോധമില്ലാതെ അരാജകത്വത്തിന്റെയും അധാർമികതയുടെയും താന്തോന്നിത്വത്തിന്റെയും അടിമകളായി മാറുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആശയം അവർ വെച്ചു പുലർത്തുമ്പോൾ അതിനെ അടിച്ചമർത്തണമെന്ന ഒരു അക്രമരീതി ചിലയിടങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെപ്പോഴും പറയുന്നത്, ഇസ്ലാം പഠിപ്പിച്ചത് നിങ്ങൾ അങ്ങനെ അടിച്ചമർത്തൽ സിദ്ധാന്തം ഒരിക്കലും നടപ്പിൽ വരുത്താൻ പാടില്ല. ആശയത്തെ
ആശയം കൊണ്ട് നേരിടുക. ആശയത്തെ ആയുധം കൊണ്ടോ തെറി അഭിഷേകങ്ങളെ കൊണ്ടോ ചീത്തകൾ കൊണ്ടോ നേരിടാൻ പാടില്ല. ചീത്തയെപ്പോലും നല്ലതുകൊണ്ട് തടയുക. ഇത് ഫഅബില്ലതി ഹിയ അഹ്സൻ വഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് തടയുക. അങ്ങനെ തടയുമ്പോൾ ശത്രുതയുള്ള ആളുകൾ പോലും നല്ലവരായി സൗഹൃദത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിന്മയെപ്പോലും നന്മ കൊണ്ട് തടയും. പക്ഷേ തുടർന്ന് അല്ലാഹു തന്നെ പറയുന്നു, വമാ യുലഖഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖഹാ ഇല്ലാ ദു ഹദ്ദിൻ അദീം. തിന്മയെ നന്മ കൊണ്ട് തടയുക എന്ന ഈ മഹത്തായ സിദ്ധാന്തം അല്ലാഹു തആല പ്രത്യേകമായ ഭാഗ്യം കൊടുത്ത ആളുകളും ക്ഷമയുള്ള ആളുകളും മാത്രമാണ് സ്വീകരിക്കുക. അല്ലാത്തവർ തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് മാനവികത എന്നതിനാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്ത് സമാധാനം വേണം, ഐക്യം വേണം. ഒരിക്കലും നമുക്ക് ഭിന്നിക്കാൻ പാടില്ല, കലഹിക്കാൻ പാടില്ല. ഹൈന്ദവ സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ, മുസ്ലിംകൾ മുസ്ലിം സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ, ക്രൈസ്തവർ അവരുടേതായ സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാ സംസ്കാരവും വെച്ചു പുലർത്താൻ അവകാശമുള്ള സൗകര്യമുള്ള ഇന്ത്യ രാജ്യത്ത് നാം ഒരിക്കലും കലഹിച്ചുകൂടാ, ഒരിക്കലും കലഹിക്കാൻ പാടില്ല. ഇത് ഉണർത്തലാണ് നമ്മുടെ ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഇന്ന് രാത്രി നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഇന്ന് ശ്രദ്ധിക്കുക, ഇന്ന് ഇതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് കർണാടകത്തിന്റെ ചില ഭാഗം കുന്താപുരം സൈഡിലും കേരളത്തിന്റെ ചില ഭാഗത്തും ഭൂമികുലുക്കവും സുനാമിയും ഉണ്ടായതായി ഇപ്പോൾ അടുത്ത 5 മിനിറ്റ് മുമ്പ് ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുകയായി. നമ്മുടെ കർണാടകത്തിൽ തൊട്ടടുത്ത സ്ഥലവും കേരളത്തിലും പല സ്ഥലങ്ങളിലും സുനാമിയുടെ തുടക്കവും അതുപോലെ ഭൂമി കുലുക്കവും ഉണ്ടായതായി വാർത്തകൾ വന്നിരിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിഷമത്തിൽ നിന്ന് നമ്മളെ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. നമ്മളെയും മറ്റുള്ള മുഴുവൻ ജനങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തെ മുഴുവനും അല്ലാഹു തആല രക്ഷിക്കുമാറാകട്ടെ. നേരത്തെ നിങ്ങൾ സ്വാമിജിയിൽ നിന്നും അതുപോലെ ബിഷപ്പിൽ നിന്നും മറ്റ് പ്രാസംഗികന്മാരിൽ നിന്നും എല്ലാം കേട്ടതുപോലെ ഇന്ത്യ രാജ്യത്ത് നല്ല ഒരു സമാധാനത്തിന്റെ ജീവിതം എലിയും നിലനിർത്താനും അത് കെട്ടിപ്പടുത്താനും മനുഷ്യനെ ധാർമ്മികമായി വളർത്താനും അല്ലാഹു തആല നമുക്ക്, നമ്മുടെ സംഘടനകൾക്ക്, നമ്മുടെ നേതാക്കൾക്ക്, നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ അബ്ദുള്ള കുഞ്ഞി സാഹിബിനെ പോലെയുള്ള വലിയ വലിയ പ്രഭുക്കളായ വ്യക്തികൾ, ഉന്നതന്മാരായ വ്യക്തികൾ എല്ലാവരും എപ്പോഴും ഇവിടെ പണ്ഡിതന്മാരുമായി ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതിൽ ഞങ്ങൾക്കറിയായ സന്തോഷമുണ്ട്. ആ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇവിടെ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അറിയുന്നവരും അറിയാത്തവരുമായ നിരവധി പ്രഗത്ഭർ ഇവിടെയുണ്ട്. എല്ലാവരും എപ്പോഴും സഹകരിച്ചുകൊണ്ട് നല്ലത് മാത്രം ഈ രാജ്യത്ത് നടപ്പിൽ വരുത്താൻ ഉത്സാഹിക്കണം. അതിന് അന്യോന്യം സഹായിക്കണം. ഹക്ക് കൊണ്ട് അന്യോന്യം ഉപദേശിക്കുക എന്ന
ആ മാർഗത്തിലൂടെ പോകാൻ എല്ലാവരും പരിശ്രമിക്കണം. അല്ലാത്തപക്ഷം നമ്മുടെ നാട്, നമ്മുടെ രാജ്യം അത് അക്രമത്തിന്റെയും അധാർമികതയുടെയും അരാജകത്വത്തിന്റെയും അട്ടിമറിയുടെയും വിളയാട്ടമായി മാറിപ്പോകുമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ಈ ಭಾಷಣದ ಭಾಷಾಂತರಕ್ಕಾಗಿ ಮೌಲಾನಾ MSM ಅಬ್ದುಲ್ ರಶೀದ್ ಝೈನಿ ಕಾಮಿಲ್ ಅವರನ್ನು ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಗೌರವಾನ್ವಿತ ಸಭಾಧ್ಯಕ್ಷರೇ, ಈ ಮಹತ್ವಪೂರ್ಣ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸುತ್ತಿರುವ ಅಖಿಲ ಭಾರತ ಮುಸ್ಲಿಂ ಉಲಮಾ ಒಕ್ಕೂಟದ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳು, ನಮ್ಮೆಲ್ಲರ ಗುರುಗಳಿರುವಾದ ಶೇಖುನಾ ಕಾಂದಬರ್ ಮುಸ್ತಾದ್, ಭಾರತದ ಅತ್ಯುನ್ನತವಾದ ಪರಂಪರೆಯನ್ನು ಎತ್ತಿ ಹಿಡಿಯುವಲ್ಲಿ ತನ್ನ ಅಮೋಘವಾದ ಸೇವೆಗಳನ್ನು ಮಾಡುತ್ತಾ ಈ ದೇಶದ ಕೋಮು ಸೌಹಾರ್ದತೆಯ ಇತಿಹಾಸದಲ್ಲಿ ಬಹಳ ಮಹತ್ತರವಾದ ಪಾತ್ರ ವಹಿಸುತ್ತಿರುವ ಗೌರವಾನ್ವಿತರಾದ ಶ್ರೀ 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 ಪೇಜಾವರ ವಿಶ್ವೇಶತೀರ್ಥ ಸ್ವಾಮೀಜಿಗಳೇ, ರೈಟ್ ರೆವರೆಂಡ್ ಫಾದರ್ ಡೆನಿಸ್